അപ്പം നാം പറഞ്ഞു വന്നത്, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിദ്വേഷം ഉണ്ടാവരുത്, അസൂയ വെക്കരുത്. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും നേരെയാവില്ല. നല്ല മനസ്സിൻ്റെ ഉടമയായാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സേവിക്കാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സേവിക്കുക, സേവനങ്ങൾ ചെയ്യുക, ഈ ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. നേരെ മറിച്ച് മറ്റുള്ളവരുടെ നെഗറ്റീവ് കാണുക, അപമാനിക്കുക, ഇത് വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏത് എന്ത് ചെയ്തു കൊടുത്താലും കുറ്റമേ പറയൂ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എന്ത് ചെയ്തു കൊടുത്താലും അതിൽ കുറ്റമേ കാണൂ, എന്ത് ചെയ്തു കൊടുത്താലും നെഗറ്റീവേ തോന്നൂ. എന്തേ കാരണം? ഇവൻ്റെ മനസ്സിൻ്റെ അകത്ത് നന്മയില്ല. അപ്പോൾ നന്മയുള്ളവർക്കാണ് മറ്റുള്ളവരെ നന്നായി കാണാനുള്ള സ്വഭാവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമയല്ല അവർക്കാണ് നെഗറ്റീവായി മറ്റുള്ളവരെ കാണുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ അപമാനം തകർക്കാൻ വേണ്ടി അവർ നോക്കുന്നത്. അപമാനിക്കരുത്, അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം? മറ്റുള്ളവരെ നല്ല നിലക്ക് നല്ല വാക്ക് എങ്കിലും പറയുക. ഇനി ഒന്നും പറയാനില്ലെങ്കിലോ നല്ല വാക്കെങ്കിലും പറയുക, അല്ലേ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ ഫൽയഖുൽ ഖൈറ, അപ്പോൾ അവൻ നല്ലത് പറയട്ടെ. അല്ലെങ്കിലോ ഔ ലിയസ്മുത്, അവൻ മൗനം പാലിക്കട്ടെ, അവൻ മിണ്ടാതിരിക്കട്ടെ. അപ്പം നല്ല വാക്ക് പറയുക, അതല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ബഹുമാനപ്പെട്ട ലുക്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. എന്താണത്? സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാകുന്നു. അപ്പോൾ ഏതിനാ വില ജാസ്തി ഉള്ളത്? സ്വർണത്തിനല്ലേ. അതുകൊണ്ട് തന്നെ പല മഹാന്മാർ, അതല്ലെങ്കിൽ ബുദ്ധിയുള്ള ചില ആളുകൾ, ചില അധ്യാപകരുണ്ട്, അതേപോലെ തന്നെ വിദ്യ പഠിച്ച ആളുകളുണ്ട്, അവർ സംസാരം കുറയും. അപ്പോൾ സംസാരം കുറച്ച് സംസാരിക്കുന്നവർ നല്ല ബുദ്ധിയുള്ള അവരുടെ ലക്ഷണമാവുന്നു. ഏത്? സംസാരം കുറയ്ക്കുന്നത്. അതേപോലെ തന്നെ കാര്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക, കാര്യമില്ലാതെ വെറുതെ സംസാരിക്കുക, അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായിട്ട് എവിടെയും പറയുന്നില്ല. കാര്യത്തിൽ എന്ത് ചെയ്യുക? സംസാരിക്കുക, കാര്യത്തിൽ ഇടപെടുക. ഇതെല്ലാമാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക എന്നതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നതും ബുദ്ധിയുള്ളവരെ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എന്ത് വേണം? നന്മ വേണമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. അതിൻ്റെ കാരണം നമ്മൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു. മനസ്സിൻ്റെ അകത്ത് നന്മയില്ലാത്തവർക്ക് മറ്റുള്ളവർ നന്മ ചെയ്യുന്നത് കാണുമ്പോൾ ഒരിക്കലും തന്നെ അതിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല. ഈ മാർഗം നമുക്ക് സ്വീകരിക്കുക. ഏത് മാർഗം? നല്ലത് പറയുക, അതല്ലെങ്കിൽ മൗനം പാലിക്കുക. ആവശ്യമില്ലാതെ അനാവശ്യമായി കുറ്റം പറയുക, കളവ് പറയുക, ഫസാദുണ്ടാക്കുക തുടങ്ങിയവയൊന്നും മാന്യന്മാർ ചെയ്യുകയില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്ത്? മാന്യന്മാർ കളവ് പറയുകയില്ല, മാന്യന്മാർ കുറ്റം പറയുകയില്ല.
മാന്യന്മാർ, അന്തസ്സുള്ളവർ ഫസാദുണ്ടാക്കുകയില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ നാം സ്വീകരിക്കുക, മോശമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വിട്ടുകളയുക. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നൽകാനുള്ള സന്ദേശം. പരമാവധി മറ്റുള്ളവർക്ക്, ഈ മറ്റുള്ളവർ ആരായാലും തിരക്കേടില്ല, അത് മുസ്ലിമാവട്ടെ, മുസ്ലിം അല്ലാത്തവരാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, ആരായാലും നാം എന്ത് വേണം, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കുടികൊള്ളുന്ന നന്മയുടെ പ്രകാശദീപം നാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നാം ചെയ്യേണ്ട ഒരു കാര്യം. ഒരു കാര്യം കൂടി പറയട്ടെ. ഊഹാപോഹം അല്ലേ, പൊതുവിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഈയാക്കും ലന്നു ഫഇന്നൽ നക്ദിബുൽ ഹദീസ്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക. ഫൈനൽ ലന്ന, അപ്പോൾ നിശ്ചയമായും ഊഹം എന്നുള്ളത് അക്ദിബുൽ ഹദീസ്, അത് അധികവും പൊളിവചനമാകുന്നു. ഏത് ഊഹമേ, ഊഹം അധികവും എന്താകുന്നു, പൊളി വചനമാകുന്നു. അതുകൊണ്ട് ഊഹത്തിൻ്റെ പിന്നാലെ പോകണ്ട. യഖീനായത്, ഉറപ്പുള്ളത് നാം സ്വീകരിക്കുക. ഇതാണ് നാം ചെയ്യേണ്ടുന്ന മുഖ്യമായിട്ടുള്ള വിഷയം. ഈ ഹദീസിൽ നമുക്ക് ബാക്കി പറഞ്ഞു തരുന്നത്, ചാരപ്പണി ചെയ്യരുത്, അസൂയ വെക്കരുത്, ദേഷ്യം പിടിക്കരുത് അല്ലേ, ദേഷ്യം പിടിപ്പിക്കരുത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ദേഷ്യം പിടിക്കരുത്, ദേഷ്യം പിടിപ്പിക്കരുത്. അതേപോലെ തന്നെ വിയോജിപ്പ് കാണിക്കരുത്, വിയോജിപ്പ് കാണിക്കരുത്. വിയോജിപ്പ് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ അധിക പേരും ഒരു വിഷയത്തിൽ ഒരു യോജിപ്പെത്തിയിട്ടുണ്ടാവും, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ യോജിക്കാത്ത ആൾ. അപ്പം എന്ത് ചെയ്യുക, വ്യക്തിപരമായി നമുക്കത് യോജിപ്പില്ലെങ്കിലും ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് അവർക്കൊരു നേട്ടമായിരിക്കാം. അപ്പം എന്ത് ചെയ്യുക, കൂടിക്കൊടുക്കുക. ഇതാണ് നാം ചെയ്യേണ്ടത്. അതേപോലെ നല്ല സമീപനം നാം സ്വീകരിക്കുക. ഇങ്ങനെ നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് ആരെയും പ്രയാസപ്പെടുത്താത്ത നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായി നാം മാറണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.